നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് തമിഴ്നാട്ടിലെ അവസാനത്തെ പ്രതീക്ഷയും അത്താണിയും നഷ്ടമായിരിക്കുകയാണ്. പാർട്ടി അധ്യക്ഷൻ കെ അണ്ണാമലൈ BJPയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണകാലത്തിന് ശേഷം ജോസഫ് വിജയ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ ഈ നിർണായക ഘട്ടത്തിൽ അണ്ണാമലയുടെ ഈ പടിയിറക്കം വലിയൊരു രാഷ്ട്രീയ ചോദ്യചിഹ്നമായിട്ടാണ് തമിഴ്നാട്ടിൽ ഉയർന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹം BJP വിട്ടു? ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. നമുക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ പുതിയൊരു ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത തടസ്സങ്ങൾ ഭേദിച്ച് ജോസഫ് വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനവും മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വളർച്ചയും തമിഴ്നാട്ടിലെ ജനങ്ങളിൽ വലിയൊരു ആവേശവും സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണശൈലിയിലും അതുപോലെ തന്നെ നിലപാടുകളിലും പലതരത്തിലുള്ള ചർച്ചകളും ഇന്ന് നടക്കുകയാണ്. ആ സമയത്താണ് പ്രതിപക്ഷ നേതൃത്വത്തിൽ അണ്ണാമലൈ കൂടുതൽ ശക്തനാകുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയത്. പകരം BJPയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. എന്തുകൊണ്ടാണ് വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അണ്ണാമലൈ BJP വിട്ടത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്നാമതായി പറയാനുള്ളത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയും തമിഴ്നാടിന്റെ മാറുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള പൊരുത്തക്കേട് തന്നെയാണ്. വിജയ് മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന വർഗീയ അജണ്ടകൾക്ക് തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്ന് BJPയുടെ ലേബലിൽ വിജയെ എതിർക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യില്ല എന്ന് അണ്ണാമലൈ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഇനിയും BJPയിൽ തന്നെ തുടർന്നാൽ തമിഴ് ജനതയുടെ മനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുമുണ്ട്. രണ്ടാമതായി പറയാനുള്ളത് വിജയുടെ ജനപ്രീതിയെ കുറിച്ചാണ്. തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വാധീനമാണ് വിജയ്ക്ക് ഇതിനോടകം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ BJPയുടെ കാവ്യ രാഷ്ട്രീയം തമിഴകത്ത് ഒട്ടും വില പോകാൻ പോകുന്നില്ല. അണ്ണാമലയെ പോലെ ഒരു യുവ നേതാവിന് വിജയോട് മത്സരിക്കണമെങ്കിൽ BJP എന്ന പാർട്ടിയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പുറത്തു വരേണ്ടത് അത്യാവശ്യവുമാണ്. അദ്ദേഹം സ്വന്തം പാത വെട്ടിത്തുറക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. BJPയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാൽ താൻ വെറും ഒരു പ്രതിപക്ഷ നേതാവായി മാത്രം അവശേഷിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. മൂന്നാമതായി പറയാനുള്ളത് പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ചാണ്. BJP ഹൈക്കമാൻഡിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ തമിഴ്നാടിന്റെ തനതായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലപ്പോഴും അണ്ണാമലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാനും സാധിച്ചിട്ടില്ല. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായൊരു പ്രതിപക്ഷമായി മാറാൻ BJPക്ക് കഴിയുകയുമില്ല. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അണ്ണാമലയുടെ ഈ പടിയിറക്കത്തോടെ തമിഴ്നാട്ടിൽ BJPക്ക് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. തമിഴ് ജനത BJPയെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുന്നുമില്ല. ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായിരിക്കെ BJPയുടെ തമിഴ്നാട് ഘടകം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ഇനിയുള്ള നാളുകൾ കടന്നു പോകാൻ പോകുന്നത്. അണ്ണാമലയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി എത്തുമോ അതോ വിജയുടെ മുന്നണിയിലേക്ക് ചേരുമോ? എന്തായാലും തമിഴ്നാട് ഇനി BJPയുടെ കൈകളിൽ എത്തില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി തീർപ്പായിരിക്കുന്നു. ഈ മാറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവാകാനുള്ള സാധ്യതയുമുണ്ട്. വിജയ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രാജി ഉണ്ടായത് BJPയുടെ തമിഴ്നാടുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യവും ഉറപ്പാണ്.